നമസ്കാരം. ഓർമ്മയുണ്ടോ ജെമീമ റോഡ്രിഗസിനെ? ഇപ്പൊ എന്താ അല്ലേ വിജയശില്പി, ഇന്ത്യയെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത ധീര വനിത, പോരാളി, എന്തൊക്കെ വാക്കുകൾ കൊണ്ടാണ് ജമീമയെ നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അധികമൊന്നും പുറകിലോട്ട് പോകണ്ടെന്നേ. ഒരു വർഷം മുമ്പ് ഇതേ ജമീമയെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചതെന്താണെന്നറിയോ? ഇന്ത്യൻ ക്രിക്കറ്റിലെ മുഹമ്മദ് റിസ്വാൻ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പാകിസ്ഥാനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അതേ ജമീമ റോഡ്രിഗസിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ICC ഏകദിന വനിതാ ലോകകപ്പ് ഫൈനൽ കളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതേ ജമീമയെ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കിന് വിധേയമാക്കിയത്? ഇതേ ജമീമയെ തന്നെയല്ലേ പാകിസ്ഥാനി എന്ന് വിളിച്ച് മുദ്ര കുത്തിയത്? ഇതേ ജമീമയെ തന്നെയല്ലേ മുഹമ്മദ് റിസ്വാൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്? നാളുകളോട് നീണ്ട കരച്ചിലുകൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് മാനസികമായി തകർന്ന് ഒരു മുറിക്കുള്ളിൽ ഒറ്റക്കിരുന്ന് കരഞ്ഞു തീർത്ത നാളുകൾ, രാവും പകലും എന്തെന്നറിയാത്ത ജമീമ റോഡ്രിഗസ്, ടീമിൽ സ്ഥിര സാന്നിധ്യം പോലും ഇല്ലാതെ കരിയർ ഏത് നിലയിലേക്ക് പോകുമെന്ന് അറിയാതിരുന്ന ജമീമ കഴിഞ്ഞ ദിവസം മത്സരത്തിന് ശേഷം എന്താ ചെയ്തതെന്നറിയാവോ? തൻ്റെ സ്വന്തം അച്ഛനെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ജമീമ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ബൈബിളിലെ വചനങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഞാനതിൻ്റെ ഒരു ക്രെഡിറ്റും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ ജീവിതം പൊക്കോണ്ടിരുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ഞാൻ കരഞ്ഞു തീർത്ത നാളുകളുണ്ടായിരുന്നു, ടീമിൽ ഇടം കിട്ടാതെ വിഷമിച്ചിരുന്ന നാളുകളുണ്ടായിരുന്നു. ഇടയ്ക്ക് വരും പോകും, പോകും വരും, സ്ഥിരതയില്ലായിരുന്നു. എന്തുകൊണ്ട് എന്നെ ടീമിൽ എടുത്തില്ല എന്നുള്ള പല കുറി ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഏറ്റവും മികച്ച ഫോമിലാണെന്നുള്ള ആത്മവിശ്വാസം ജമീമയ്ക്കുണ്ടായിരുന്നു. ജമീമ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വിളിച്ചതെന്നറിയാവോ? മുംബൈയിലെ ക്ലബിൻ്റെ പരിസരത്ത് മതപരിവർത്തന പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ജമീമയുടെ കുടുംബത്തിൻ്റെ ക്ലബ് അംഗത്വം റദ്ദാക്കപ്പെടുന്നു. ആ സാഹചര്യത്തിൽ ജമീമയെ ട്രോളുക, സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുകയാണ്. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ പാകിസ്ഥാനി എന്ന് ചാപ്പകുത്തി സോഷ്യൽ മീഡിയ അന്ന് നിരന്തരം ട്രോളിക്കൊണ്ടിരുന്നു. ജമീമ അന്ന് ഔട്ട് ഓഫ് ഫോമിലുമാണ്. ജമീമ പണിയെടുക്കുന്നത് പാകിസ്ഥാനികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ട്രോളാക്കി, ചർച്ചയാക്കി നാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ ജമീമയെ താറടിച്ചു നിർത്തി. അന്ന് പോലും തൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട്, തൻ്റെ കരിയറിൽ മാത്രം ആത്മസമർപ്പണം ഉയർത്തിക്കൊണ്ട് മാത്രമാണ് ജമീമ പിന്നീടുള്ള നാൾ വഴികളൊക്കെ കടന്നത്. അതും എളുപ്പമൊന്നും ആയിരുന്നില്ല. സോഷ്യൽ മീഡിയയെ തിരുത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാര പരിപാടിയൊന്നുമല്ല. അതിനിടയിൽ തൻ്റെ കരിയർ മോശാവസ്ഥയിൽ കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട, ഉടനെ കിട്ടും പാകിസ്ഥാനി പട്ടം. അങ്ങനെ ഒരു പട്ടം ഏറ്റുവാങ്ങിയ ജമീമ റോഡ്രിഗസ് ആണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ കരഞ്ഞത്. 338 എന്ന ഓസ്ട്രേലിയൻ ടാർഗറ്റ് ആര് കരുതി? 330 എന്ന ടാർഗറ്റ് വരുമ്പോഴേക്കും നമ്മൾ അപ്പം തന്നെ TV അടച്ചു വെച്ച് പോയ എത്ര പേരുണ്ടായിരുന്നു? ഓസ്ട്രേലിയയുടെ ആദ്യ ബാറ്റിംഗ് സമയത്ത് ഇന്ത്യയുടെ മോശമായ ഫീൽഡിംഗ് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവാത്ത നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? അതെല്ലാം കഴിഞ്ഞ് 338 എന്ന ടാർഗറ്റ് നേടിയതിന് ശേഷം കളി തീർന്നു, ഖതം, ഗയ, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് TV അണച്ചു വെച്ച് ഈ കുഴപ്പമില്ല, ഇനി അടുത്ത ലോകകപ്പിൽ കാണാമെന്ന് പറഞ്ഞ് സ്വന്തം ടീമിൻ്റെ വിശ്വാസം പോലും കളയുന്ന രീതിയിൽ നമ്മൾ എത്ര പേര് TV അണച്ചു പോയി? അവിടെ നിന്നുകൊണ്ട് 339 റൺസ്. ഇതുവരെ ഇന്ത്യൻ ടീം ഇത്രയും വലിയൊരു ടോട്ടൽ ഏകദിന ചരിത്രത്തിൽ ചേസ് ചെയ്തിട്ടില്ല. വനിതകളുടെ കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ എടുത്ത് പറയണ്ടല്ലോ. അവിടെ നിന്നുകൊണ്ട് വിജയശില്പികളായ 2 പേരാണ്, ഒന്ന് ഹർമൻപ്രീത് കൗർ, ഒന്ന് ജമീമ റോഡ്രിഗസ്. ജമീമ റോഡ്രിഗസിൻ്റെ കഴിഞ്ഞ ദിവസം മത്സരം ഒന്ന് നോക്കിയേ നിങ്ങൾ. ക്ലാസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഒരു തരത്തിലും ആവേശഭരിതയാകാതെ ഒരു വിക്കറ്റ് പോയതിന് പിന്നാലെ ജമീമ റോഡ്രിഗസ് ഇറങ്ങാണ്. എങ്ങനെ? തൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും എത്രയോ മുന്നിൽ നിന്നുകൊണ്ടാണ് ജമീമ കളിക്കാൻ ഇറങ്ങിയതെന്ന് കൂടി ഓർക്കണം. അതും അറിഞ്ഞത് 5 നിമിഷങ്ങൾക്ക് മുമ്പാണ്. 5 മിനിറ്റ് മുമ്പ് ഒരു വേൾഡ് കപ്പ് സെമി ഫൈനലിൽ കോച്ചും ടീം ക്യാപ്റ്റനും വന്ന് പറയാണ് അടുത്തത് ഇറങ്ങേണ്ടത് നീയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചെടുപ്പുണ്ടല്ലോ. പക്ഷെ ഒരു തരത്തിലും ബോഡി ലാംഗ്വേജിൽ നെഞ്ചെടുപ്പ് കാണിക്കാതെ സെഞ്ചുറി അടിച്ചതിന് ശേഷം പോലും ആഹ്ലാദമോ അമിത പ്രകടനമോ ഒന്നും കാണിച്ചില്ല. കാരണം ജമീമ കളിച്ചത് ഇന്ത്യക്ക് വേണ്ടിയാ. ഏത് ഇന്ത്യ? നിങ്ങൾ കളിയാക്കി മുദ്രകുത്തി പാകിസ്ഥാനി എന്ന് വിളിച്ച അതേ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ജമീമ കളിച്ചത്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിഗത നേട്ടത്തിൽ അമിതമായി ആഘോഷിച്ചില്ല ജമീമ. കാരണം ജമീമയ്ക്ക് ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്, ഈ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണ് താൻ കളിക്കുന്നതെന്ന്. ഒന്ന് ആലോചിക്കുക, വേൾഡ് കപ്പ് സെമി ഫൈനൽ ഓസ്ട്രേലിയ പോയൊരു ടീമിനെതിരെ ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ, കാരണം ചെയ്തത് ജമീമയാണ്. ജമീമയെ അന്ന് ട്രോളിക്കൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അത്രയും പോസ്റ്റുകൾ. എന്തോരം സൈബർ അറ്റാക്ക് നേരിട്ട ഒരു ക്രിക്കറ്റ് താരമായിരുന്നു ജമീമ. പക്ഷേ ഇന്ന് നക്ഷത്രമാണ്, ഇന്ന് വിജയശില്പിയാണ്, ഇന്ന് ജുവലാണ്, രത്നമാണ്, മാണിക്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വാഴ്ത്തി പാടുമ്പോണ്ടല്ലോ, നമ്മൾ ആ സ്ത്രീയോട് ചെയ്ത പ്രശ്നങ്ങളോ ചതിയോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ജമീമയോട് കാണിച്ചത് ക്രൂരത തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. അതിപ്പോൾ ജമീമ ഇപ്പോൾ കളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജമീമയോട് കാണിച്ചത് ക്രൂരത തന്നെയാണ്. മുഹമ്മദ് റിസ്വാൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുഹമ്മദ് റിസ്വാൻ എന്നാണ് വിളിപ്പേര് ഉണ്ടായിരുന്നത് ജമീമയ്ക്ക് ആ ഘട്ടത്തിൽ. എന്തോരം
സൈബർ അറ്റാക്കിങ്ങും ബുള്ളിങ്ങുമാണെന്നറിയാവോ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തൻ്റെ സഹതാരങ്ങൾക്കും കൂടിയിട്ടാണ് ജെമീമ നന്ദി പറയുന്നത്. കൂടെ ഉണ്ടായിരുന്നു തൻ്റെ സഹതാരങ്ങൾ, തനിക്ക് ആത്മവിശ്വാസം നൽകാനുണ്ടായിരുന്നു സഹതാരങ്ങൾ, തൻ്റെ കൂടെ ചേർത്ത് വെക്കാനുണ്ടായിരുന്നു സഹതാരങ്ങൾ, തനിക്ക് ഫോം മോശമായ അവസ്ഥയിലായിരുന്നപ്പോൾ പോലും തന്നെ ചേർത്ത് നിർത്തിയിരുന്നു സഹതാരങ്ങൾ, ടീമിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷവും ചേർത്ത് നിർത്തിയിരുന്നു സഹതാരങ്ങൾ. എല്ലാത്തിനും ഉപരി തൻ്റെ കുടുംബം, അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ മൊമെൻ്റ് ഉണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ അത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ആ വിഷ്വൽ സത്യം പറഞ്ഞാൽ ഹൃദയം ഇടിച്ചു പോവും. ആ വിഷ്വൽസ് കാണുമ്പോഴേക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ കെട്ടിപ്പിടുത്തത്തിൽ, ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ കണ്ണീരിൽ. ജെമീമ അനുഭവിച്ച കണ്ണീരിൽ ഒരുപാട് കഥകളുണ്ടായിരുന്നു. ആ കഥകൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തുമില്ല. ഒത്തിരി സ്ട്രൈവ് ചെയ്യുന്നു ആ ജെമീമയെ പോലൊരു താരത്തിന് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരാനായി. പക്ഷെ അപ്പോഴും തൻ്റെ കഴിവിൽ മേൽ ജെമീമ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ജെമീമയുടെ കഥ. നമ്മൾ ഈ ജെമീമയുടെ ചരിത്രത്തിലേക്കോ അല്ലെങ്കിൽ പിന്നിട്ട് വന്ന നാൾ വഴികളെ പറ്റി ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. വെറും 1 വർഷത്തിനുള്ളിൽ ആ സ്ത്രീ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞൊരു വ്യക്തിയെ പാകിസ്ഥാനി എന്ന് വിളിച്ച നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സമൂഹം ഇന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ? ജെമീമയുടെ മത്സരത്തിന് ശേഷം, ജെമീമയുടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പല പേജസുകളിലായിട്ട് ജെമീമയെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടുകളൊക്കെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് പലരും മാപ്പ് പറഞ്ഞു. അതായത് പലരും ഉള്ളിത്തട്ടിയാണ് മാപ്പ് പറയുന്നത്. അന്ന് കളിയാക്കിയതിന് മാപ്പ്, അന്ന് ട്രോൾ ചെയ്തതിന് മാപ്പ്, അന്ന് സംശയിച്ചതിന് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മാപ്പപേക്ഷാ പോസ്റ്റുകൾ കണ്ടു. സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. അത് തിരുത്തിയതിനേക്കാളുപരി ആ വ്യക്തി അംഗീകരിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ സന്തോഷം തോന്നി. പക്ഷേ എന്നാൽ പോലും ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തായാലും അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഫൈനൽ മത്സരത്തിലും കൂടിയാണ്. ഓസ്ട്രേലിയയോളം വലുതല്ല ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്ക അതിഗംഭീര ടീമാണ്, തർക്കമില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് ഉറപ്പിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്ന ആ കങ്കാരു പടകളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ഫൈനലിലേക്ക് വരുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്ക ഒരു വലിയ ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കാലിടരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാം. പക്ഷേ സൗത്ത് ആഫ്രിക്ക പോലൊരു ടീം ഓസ്ട്രേലിയ വെച്ച് നോക്കുമ്പോൾ വലിയ ടീമല്ല. സൗത്ത് ആഫ്രിക്ക മികച്ച ടീം തന്നെയാണ്, തർക്കമില്ല. ഇംഗ്ലണ്ടിനെതിരെ 125 റൺസിൻ്റെ വിജയവുമായിട്ടാണ് അവർ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് വരുന്നത്. ഇന്ത്യയും മോശമൊന്നുമല്ല, 338 റൺസ് ചേസ് ഡൗൺ ചെയ്തിട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് വരുന്നത്. ഈ ഇരു ഹെവി വെയ്റ്റ്സിൻ്റെ പോരാട്ടം തന്നെയായിരിക്കും. മനസ്സ് പറയുന്നു ഇന്ത്യ ചിലപ്പോൾ ഈ കപ്പ് നേടുമെന്നുള്ളത്. അങ്ങനെ കപ്പ് നേടുകയാണെങ്കിൽ വനിതാ ടീമിനെ നമ്മൾ വാഴ്ത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. പുരുഷ ടീമിനോളം നമ്മൾ വനിതാ ടീമുകളെ ഇന്നും വാഴ്ത്തുന്നുണ്ടോ? നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇന്നും അവരുടെ കളികൾ അനലൈസ് ചെയ്യാറുണ്ടോ? എത്ര മീഡിയകൾ അനലൈസ് ചെയ്യാറുണ്ട്? എത്ര സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിങ്ങൾ കാണാറുണ്ട്? ഇതൊക്കെ വർദ്ധിച്ചു വരേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. മെൻ ആൻഡ് വിമൻ രണ്ടുപേരും കളിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അഭിമാനിക്കാം വനിതാ പെൺപുലികൾക്ക് വേണ്ടി, ആർമാദിക്കാം, ആഘോഷിക്കാം, അവർക്ക് ആശംസിക്കാം ഞായറാഴ്ചത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പോരാട്ടത്തിന് വേണ്ടി.